നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ അടുത്ത ഇന്നിങ്സ് തുടങ്ങുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് ഞാൻ ശാരീരികമായ ചില അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിലേക്കായിരുന്നു. മറ്റൊന്നുമല്ല, ചെറിയൊരു കഴുത്തുവേദനയുണ്ടായി. അത് റോഡിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോഡുകളൊക്കെ പ്രശ്നമാണ്. നല്ല റോഡുകളും നല്ല ജീവിത സൗകര്യവും ഒരു പൗരൻ്റെ അവകാശമാണ്. തീർച്ചയായും നമ്മുടെ സിസ്റ്റം അത് പരിഗണിക്കണം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവർ, അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടത്തുന്നവർ, അല്ലെങ്കിൽ ജുഡീഷ്യറിയൊക്കെ ഒരുപാട് നല്ല ഉയർന്ന തലത്തിലാണ് അവരുടെ ജീവിത നിലവാരം. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അവരിതേ റോഡിൽ കൂടെ അല്ലേ യാത്ര ചെയ്യുന്നതാണ്. അവർ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അവരുപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അവർക്കുള്ള ഫെസിലിറ്റികൾ, അവർക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലാവില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തന്നെയും അവർക്ക് ചികിത്സിക്കുവാൻ ഒരുപാട് ഫെസിലിറ്റികൾ നമ്മുടെ സിസ്റ്റം ഒരുക്കുന്നുണ്ട്. സാധാരണക്കാരനായ നമ്മുടെ അവസ്ഥ അതല്ല. ഞാനെന്തായാലും ഇന്ന് പറയാൻ വന്നതിനെ കുറിച്ചിട്ടില്ല, ഓണത്തെക്കുറിച്ചിട്ടാണ്. കുറേയേറെ പ്രേക്ഷകർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും നമ്പർ അറിയാവുന്നവരൊക്കെ എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാര്യത്തൊക്കെ ചോദിച്ചുകൊണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എന്ന വ്യക്തി, അത് ഏത് സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു 10 ദിവസം പിക്ചറിലില്ലെങ്കിൽ, ഒരു മാസം പിക്ചറിലില്ലെങ്കിൽ, ഒരു വർഷം പിക്ചറിലില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ കേട്ടുകേൾവികളായിട്ട് മാത്രം മാറും. അത് നിങ്ങളും ഞാനുമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഏത് വലിയ രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയെ പോലെ യശസ്സൊക്കെ ഉണ്ടാക്കണം എല്ലാ വർഷങ്ങളിലൊന്നും ഓർക്കുവാനായിട്ട്. അല്ലാണ്ട് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എത്ര പേര് നമ്മൾ വിളിക്കുന്നുണ്ട്, എത്ര പേര് നമ്മൾ കാണുന്നുണ്ടെന്നൊക്കെ ചിന്തിക്കണം. അവിടെയാണ് ഓണം എന്ന കൂട്ടായ്മയുടെ എൻ്റെ ഒരു നൊസ്റ്റാൾജിയ എനിക്ക് കൈവറക്കാനുള്ളത്. ഏറ്റവും മനോഹരമായ ഒരു ബാല്യവും അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഓണക്കാലവുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഓരോ ഓണക്കാലത്തിനുമായി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. കാരണം എൻ്റെ ബന്ധുവീടുകളിലേക്ക് പോകുന്ന സമയമാണ്. എല്ലാ ബന്ധുവീടുകളിലേക്ക് ഓടിച്ചെല്ലുന്നു, അവിടെ ചെന്ന് മധുരം നുണയുന്നു, അവർ തരുന്ന സമ്മാനങ്ങൾ വാങ്ങുന്നു. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് എൻ്റെ പപ്പ താമസിച്ചിരുന്ന സ്ഥലമായ കൊല്ലം പ്രാക്കുളം കാഞ്ഞാവിളി എന്ന സ്ഥലമാണ്. എൻ്റെ ബാല്യകാല സ്മരണകൾ ഏറ്റവും കൂടുതൽ, ഏകദേശം ഒരു 20 വയസ്സ് വരെ ഞാൻ അവിടെയായിരുന്നു എൻ്റെ ബാല്യകാല സ്മരണകൾ നിൽക്കുന്നത്. ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നും അന്ന് ഓണത്തിനില്ല. പക്ഷേ ഓണത്തെ വരവറിയിച്ചുകൊണ്ട് ആ ഓണത്തിൻ്റെ ഒരു മാസത്തിന് മുമ്പ് തന്നെ മിക്ക കടകളിലും മുഖംമൂടികളും വ്യത്യസ്ത പാവകളും നമ്മുടെ തോക്കുമൊക്കെ വരും. ഇതിൻ്റെ അർത്ഥം ഓണം വന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അവൻ്റെ പെട്ടിയിൽ നിന്ന് ചെറിയൊരു പെട്ടിയിൽ നിന്ന് നൈസായിട്ട് 1 രൂപയൊക്കെ അടിച്ചു മാറ്റി നേരെ പോയിട്ട് ഈ ഒരു മുഖംമൂടി, ചിലപ്പോൾ കബീഷിൻ്റെ ആയിരിക്കാം, കടുവയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തോക്കൊക്കെ മേടിച്ച് അതിനകത്തേക്ക് ആ പൊട്ടാസൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ച് നടക്കുമ്പോൾ കിട്ടിയ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദമൊന്നും എനിക്ക് ഇപ്പോഴത്തെ ഓണത്തിന് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ ഏകദേശം ഓണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ നാട്ടിൽ പുലികളി, കരടികളിയൊക്കെ തുടങ്ങും. പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കരടികളി, പുലികളി എന്ന് പറഞ്ഞാൽ പുലിയുടെ വേഷമൊക്കെ ധരിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പുക്രശേണ്ണൻ, അങ്ങനെ പുള്ള പേര്, എനിക്ക് പുള്ളപ്പേര് ഇപ്പോഴും അല്ല, പുക്രശൻ എന്നറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു സ്ഥിരം പുലി. അവൻ്റെ ശരീരത്തിൽ എൻ്റെ പ്രായം തന്നെയാണ്. അവൻ്റെ ശരീരത്തിൽ കംപ്ലീറ്റ് പെയിൻ്റൊക്കെ അടിച്ച് അവനെ പുലിയാക്കി ഇറക്കുമ്പോൾ അസൂയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കാരണം അന്നും എല്ലാം ഇവിടെ ഒരു കലാകാരൻ കിടപ്പുണ്ട്, എന്നെ പുലി ആക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു അസൂയയുമുണ്ട്. പക്ഷെ അവനെ പുലിയൊക്കെ ഇറക്കി, അവൻ ഭയങ്കര അഭ്യാസിയാണ്, ചുരുണ്ടി മറിയും, ചെണ്ടമേളമുണ്ട്. ഇവർ ചെണ്ടമേളക്കാരാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഞാനിങ്ങനെ കിലോമീറ്ററോളം നടക്കും. എനിക്ക് തന്നെ അതിൽ എന്താ നടക്കുന്നത്, ഒരേ ആക്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. പക്ഷേ ആ ഒരു കൂട്ടായ്മയുടെ രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടാവും, 10-50 ആൾക്കാരുണ്ടാവും. ചെണ്ടയൊക്കെ കിട്ടി, കാശൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് കാശൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു കുറേ പ്രാവശ്യം നടന്നുകൊണ്ടാണെന്നറിയില്ല, ഒരുപക്ഷെ എന്നെ പിടിച്ച് പുള്ളി ഈ വേട്ടക്കാരനാക്കി. അന്ന് എനിക്ക് ആദ്യമായിട്ട് 1 രൂപ സമ്മാനം കിട്ടുകയും ചെയ്തു, അതായത് പ്രതിഫലമായിട്ട്. അന്ന് അത് കിട്ടിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഓണത്തിൻ്റെ സദ്യകൾ, പൊതുവേ എൻ്റെ ഓണസദ്യകൾ കൂടുതലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കരുത്തല സാറെന്ന് ഞാൻ വിളിക്കുന്ന, എൻ്റെ അമ്മ തന്നെയാണ് കരുത്തല അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ 3 കൂട്ടുകാരുണ്ട് അവിടെ. എന്നെക്കാൾ മുതിർന്നവരാണ്. മോനു, ബാബു, തമ്പി എന്ന് വിളിക്കുന്ന ഇവരുടെ വീട്ടിലാണ് ഞാൻ മിക്കവാറും എൻ്റെ സദ്യ അല്ലെങ്കിൽ കുട്ടപ്പൻ്റെയും ലേഖയുടെയും വീട്ടിലായിരിക്കും എൻ്റെ സദ്യയൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി അവിടുത്തെ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് TV വരുന്നത്. അതിനു മുമ്പ് വരെ ഓണക്കളിയിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ ഓടി നടക്കും. ഒരുപാട് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി പരിപാടിയൊക്കെ കണ്ട് ഏതൊരു മത്സരത്തിലൊക്കെ പങ്കെടുത്ത്, അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു സമ്മാനം കിട്ടി. ചിരി മത്സരത്തിലാണ് എനിക്ക് സമ്മാനം കിട്ടിയത് ലാക്മേയുടെ ഒരു പൗഡറായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പൗഡർ മേടിച്ച് ഒരു വിജയശ്രീലാനന്ദനായി ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നിപ്പൊക്കെ ഉണ്ട്. എൻ്റെ അമ്മാമ്മ അത് മേടിച്ച് നോക്കിയിട്ട് കൊള്ളാലോടാ മോനെ എന്നതാണ് എൻ്റെ ആദ്യത്തെ അഭിനന്ദനം. പക്ഷേ കഷ്ടകാലത്തിന് ആ മണ്ണെണ്ണ, ഈ പറഞ്ഞ ലാക്മേയുടെ പൗഡറിനകത്തേക്ക് മണ്ണെണ്ണ അല്പം വീണു. പക്ഷേ ഞാനത് കളഞ്ഞില്ല. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണല്ലോ അത്. ആ മണ്ണെണ്ണ വീണ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഞാൻ അത് പൂശുമായിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഓണസമയമാകുമ്പോഴത്തേക്ക് വേളിക്കാട് അമ്പലം എന്ന സ്ഥലത്ത്
സർക്കസ് വരും, സർക്കസ് കാണാൻ പോകുന്ന ഓർമ്മകൾ. അങ്ങനെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനോഹരമായ കുറേയേറെ ഓർമ്മകളുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ നാട് കൊല്ലം ചെമ്മക്കാട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ ഒരു കരടി സംഘം ഉണ്ടാക്കാൻ തുടങ്ങി. കരടി സംഘം ഉണ്ടാക്കിയിട്ട് അതിലുണ്ടായ നഷ്ടത്തിൽ എൻ്റെ സൈക്കിൾ വിറ്റ ഒരു ചരിത്രം കൂടിയുണ്ട്. അതായത് പണ്ടേ താളത്തോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അന്ന് ഈ പറഞ്ഞ പപ്പയുടെ നാട്ടിൽ കാഞ്ഞാവളി എന്ന സ്ഥലത്ത് ഈ ബാൻഡ് വാടകയ്ക്ക് കിട്ടും. അന്ന് 50 രൂപയാണ്, അത് വലിയ കാശാണ് 50 രൂപ. അപ്പോൾ ഞാനന്ന് പോയി ബാൻഡ് വാടകയ്ക്ക് എടുത്ത് ഞാനും ഷാജിയും ഷിജിയും അടക്കമുള്ള ഒരു വലിയ സംഘം ആൾക്കാർ കരടി കളിക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വരുമാനം കിട്ടില്ല. പിള്ളേരാണല്ലോ, അന്ന് 10 പൈസയൊക്കെ കിട്ടുള്ളൂ, 20 പൈസ 50 പൈസയൊക്കെയാണ് തരിക. കൂട്ടത്തിൽ ബിരുദരാൾ ഞങ്ങളുടെ കൂടെ കൂടി. അയാൾ പാട്ടൊക്കെ പാടി 2ാമത്തെ ദിവസം പുള്ളി ഞങ്ങളെ പറ്റിച്ച് കാശ് മൊത്തം കൊണ്ട് പോവുകയും ചെയ്തു. ഒടുവിൽ 50 രൂപ ഈ ബാൻഡുകാരന് കൊടുക്കണം. കാശില്ലാതായ അവസ്ഥയിൽ അമ്മ അറിയാതെ എനിക്കന്ന് സ്വന്തമായിട്ടുണ്ടായിരുന്നൊരു സൈക്കിൾ വിറ്റ് ഞാൻ ആ കടം വീട്ടിയ ഒരു ഓണ ഓർമ്മ കൂടെ എനിക്കുണ്ട്. പിന്നീട് ഓണസമയമൊക്കെ ആകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് 22 ഓണ സമയമാകുമ്പോഴത്തേക്കൊക്കെ എന്നിലെ അവതാരകൻ ഉണർന്നത് ആദ്യം അവിടെയൊക്കെ തന്നെയാണ്. കൊല്ലം അഷ്ടമുടി വീരഭദ്ര ക്ഷേത്രത്തെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പരസ്യങ്ങൾ പിടിക്കും. എന്നിട്ടൊരു വീടിൻ്റെ മുകളിൽ ഈ കൊപ്രയൊക്കെ കിടക്കുന്ന വീടിൻ്റെ മുകളിൽ ആംപ്ലിഫയറെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതിനെ ഓർക്കുന്നുണ്ട്. അതായത് ഈ ഈ മികച്ച ഇനം പൈപ്പുകൾക്ക് സന്ദർശിക്കുക, അങ്ങനെ പരസ്യങ്ങൾ പറയുക, അത് ഹോണൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഹോൺ വെച്ചുകൊണ്ടിരിക്കെ എൻ്റെ നാട്ടിലെ ഡോൾഫസ് എന്നൊരു അണ്ണൻ വന്നിട്ട് പറഞ്ഞു, ഇത് നീ വെച്ചിരിക്കുന്ന അനധികൃതമായിട്ടാണ്, കറണ്ടിൻ്റെ നീ ഇതിൻ്റെ തരത്തില്ല, അതുകൊണ്ട് നിനക്ക് വലിയ ഫൈൻ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു KSEBിയുടെ. ഞാൻ ആകെ തകർന്നു പോയി. പറഞ്ഞു എൻ്റെ കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ CPIയിൽ ചേരണമെന്ന് പറഞ്ഞു. ഞാനന്ന് CPM കാരനാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി CPIയിൽ ചേർത്ത ചരിത്രമൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ കുഞ്ഞോർമ്മ രസമുള്ള ഓർമ്മകളാണ്. അതിനുശേഷം എൻ്റെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തു കൂടിയാണ്, എൻ്റെ നാട്ടുകാരനാണ് ഡോൾഫസ് അണ്ണൻ. ഒരുപാട് കൂടെ നിർത്തിയ കുറേ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നാട്ടിലിപ്പോൾ പഴയ കണക്ക് ക്ലബ്ബുകളും ഓണാഘോഷങ്ങളൊന്നും തന്നെ ഇല്ല. എവിടെ നോക്കിയാലും ഈ പറഞ്ഞ ഈ ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുണ്ട്. എപ്പോഴും നമ്മുടെ ബാല്യനാളുകളിലെ ഓണം തന്നെയാണ് എപ്പോഴും മനസ്സിൽ കൂടെ നിൽക്കുക. എന്തായാലും എൻ്റെ പല സമയങ്ങളിലും എൻ്റെ ഓണങ്ങൾ ഈ പറഞ്ഞ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു. പ്രിൻസിൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, ഞാനൊരു 6ാം ക്ലാസ്സിനൊക്കെ ശേഷം എൻ്റെ അമ്മയുടെ നാട്ടിലെത്തിയ ശേഷം പ്രിൻസിൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് വീടുകളിൽ നിന്ന് ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ച്, രാജേഷിൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, അങ്ങനെ ഒരുപാട് പറയാനാണ്, ഒരുപാട് പേരിവിടെ പറയേണ്ടി വരും. അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒന്നില്ലാതായാൽ തന്നെയും നമ്മളെക്കുറിച്ച് 5ഓ 10ഓ ദിവസം ഓർക്കുന്നതല്ല നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ. നമ്മളെ യശസ്സുണ്ടാവണമെങ്കിൽ നമ്മളെ ഓർക്കുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. എൻ്റെ വിശ്വാസത്തിൽ ഇപ്പോഴും എൻ്റെ ഒരു പോപ്പുലാരിറ്റിയിലോ അല്ല എൻ്റെ ഒരു ജോലി കണ്ടിട്ടോ എന്നെ സ്നേഹിക്കുന്നവരല്ലാതെ എൻ്റെ നാട്ടിലുള്ള കുറേയേറെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിച്ചിട്ട് എന്താ എന്ന് ചോദിക്കുന്നവർ, അവരെ ഞാൻ യഥാർത്ഥ കൂട്ടരായിട്ട് കാണുകയാണ്, അവരെയും കൂടെ ഓർക്കുകയാണ് ഈ ഒരു നിമിഷം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട സമ്പത്തല്ല, ഒരു വിളിപ്പുറത്ത് ഓടിയെത്തുവാൻ പറ്റിയ ആൾബലം തന്നെയാണ് സുപ്രധാനമായ കാര്യം. ഒന്ന് വീണാൽ താങ്ങുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ 1ഓ 2ഓ ദിവസമല്ല, ചിലപ്പോൾ നമ്മൾ കുറേയേറെ ദിവസം കിടന്നുപോയി നിൽക്കും വരും. അപ്പോഴാണ് നമുക്ക് ആൾബലത്തിൻ്റെ ഒരു ശക്തി കിട്ടുക. അത്തരത്തിലുള്ള നല്ല കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാവട്ടെ, നല്ല ബന്ധുബലം നിങ്ങൾക്കുണ്ടാവട്ടെ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഓണം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഓണ ആശംസകൾ നിങ്ങൾക്കായി ചേരുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ, കുടുംബത്തോടെ, സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കുക ഓരോ നിമിഷവും.